29ാമത് അന്താരാഷ്ട്ര ചലച്ചിത്രമേളയ്ക്ക് ഇന്ന് സമാപനമാകുമ്പോൾ 66 രാജ്യങ്ങളിൽ നിന്നുള്ള 177 ചിത്രങ്ങളാണ് ഈ 17 വേദികളിലായി പ്രേക്ഷകർക്ക് മുന്നിലെത്തിയത്. ചലച്ചിത്രമേളയെക്കുറിച്ച് സംസാരിക്കുകയാണ് ചലച്ചിത്ര അക്കാദമി ചെയർമാനായ പ്രേംകുമാർ. കെ.പി. സുരേഷ് കുമാർ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. 29ാമത് അന്താരാഷ്ട്ര ചലച്ചിത്രമേള പ്രേക്ഷകരുടെ സ്വീകാര്യത ഏറ്റുവാങ്ങി അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ ചലച്ചിത്ര അക്കാദമി ചെയർമാൻ നടനുമായ മലയാളികളുടെ പ്രിയപ്പെട്ട നടനുമായ ശ്രീ പ്രേംകുമാറാണ് നമ്മോടൊപ്പം ചെയ്യുന്നത്. മികവാർന്ന രീതിയിൽ ഈ ഒരു മേള നടത്തി. കാരണം പരാതികൾക്കും പരിഭവങ്ങൾക്കും ഇടവരുത്താതെയാണ് ഇത്തവണത്തെ മേള ഉള്ളത്. എങ്ങനെയാണ് ഈ ഒരു സന്തോഷം ഇതിൻ്റെ ഒരു ചെയർമാൻ എന്ന രീതിയിൽ? അല്ല, അതൊരു ചെയർമാൻ്റെ ഒരു വിജയമായിട്ടൊന്നും കാണണ്ട. അതൊരു എന്താണ്, അങ്ങനെ ഒരു നല്ല അഭിപ്രായം വന്നിട്ടുണ്ടെങ്കിൽ ഇനി നാളെയും കൂടി ഉണ്ട്, നമുക്ക് നോക്കാം. അഭിപ്രായം ഇപ്പോൾ കുഴപ്പമില്ല, നന്നായിട്ടുണ്ട് എന്ന് പലരും പറഞ്ഞു. വളരെ സന്തോഷമുണ്ട്. ഇതൊരു കൂട്ടായ്മയുടെ പ്രവർത്തനത്തിൻ്റെ ഒരു റിസൾട്ടാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. ഇപ്പോൾ താങ്കൾ പറഞ്ഞല്ലോ നന്നായിട്ട് വളരെ പരാതികളൊന്നും ഇല്ലാതെ എന്നൊക്കെ പറയുമ്പോൾ അത് എൻ്റെ ഒരു സംഭവമൊന്നുമല്ല. ഇത് 25 വർഷമായിട്ട് ചലച്ചിത്ര അക്കാദമിയുടെ ഒരു സിസ്റ്റം നന്നായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. ഇതിപ്പോൾ 29ാമത്തെ ഫെസ്റ്റിവൽ. അപ്പോൾ ഇതിനു മുമ്പൊക്കെ നടത്തിയ ഫെസ്റ്റിവലുകൾ അതിൻ്റെ ഒരു എക്സ്പീരിയൻസിൽ നിന്ന് അത്രയും കൃത്യമായൊരു സംവിധാനം ഇവിടെ ഉണ്ട്. അപ്പോൾ അതിന് എന്താണ് നിയന്ത്രിക്കുന്ന അതിൻ്റെ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ഒരു സംവിധാനമുണ്ട്. നമ്മൾ ഇതിനെക്കുറിച്ച് വ്യക്തമായ ധാരണകളും കാഴ്ചപ്പാടുകളും ഒക്കെയുള്ള വളരെ അനുഭവ സമ്പത്തുള്ള നമ്മുടെ ചലച്ചിത്ര അക്കാദമിയുടെ സെക്രട്ടറി, അദ്ദേഹത്തിൻ്റെയൊക്കെ ഒരു സംഘാടനം വലിയ ഒരു സഹായകമാണ് ഈ ഒരു കാര്യത്തിൽ. ഒപ്പം നമ്മുടെ ഈ ഫെസ്റ്റിവലിൻ്റെ ഡെപ്യൂട്ടി ഡയറക്ടേഴ്സ്, അതിലെ പ്രോഗ്രാമിൻ്റെ ഡെപ്യൂട്ടി ഡയറക്ടർ തുടങ്ങി ഫിനാൻസിൻ്റെ ട്രഷറർ, അതിൻ്റെ ഫിനാൻസിൻ്റെ ഡയറക്ടർ തുടങ്ങി ഒരു വലിയ വിഭാഗം ഇതിനു വേണ്ടിയിട്ട് അഹോരാത്രം പ്രയത്നിക്കുന്നതിൻ്റെ ഒരു ഫലമാണ്. എന്തെങ്കിലും നമുക്കൊരു നല്ല അഭിപ്രായം കിട്ടിയിട്ടുണ്ടെങ്കിൽ അതാണ്. അല്ലാതെ ഇത് ഒരു വ്യക്തിക്ക് ഒറ്റയ്ക്കൊരിക്കലും ഒരു അത്ഭുതമൊന്നും പ്രവർത്തിക്കാൻ പറ്റില്ല. അപ്പോൾ ഇതെല്ലാം സിനിമ, അത് ഞാൻ എല്ലായിടത്തും പറഞ്ഞതാണ്, സിനിമ എന്ന് പറയുന്നത് അതൊരു കളക്റ്റീവ് ആർട്ടാണ്, അതൊരു സംഘകലയാണ്. ഒരുപാട് പേരുടെ പ്രയത്നത്തിൻ്റെ ഒരു ഫലമാണ് ഓരോ സിനിമയുടെയും നല്ല റിസൾട്ട് എന്ന് പറയുന്നത്. ഇവിടെ ഈ ചലച്ചിത്രമേളയെ സംബന്ധിച്ചിടത്തോളം ഇതിനകത്ത് ആർക്കും ഒരു വ്യക്തിപരമായി ഒരു ക്രെഡിറ്റും അവകാശപ്പെടാനില്ല. ഒരുപാട് നല്ല നല്ല സിനിമകളാണ്, ലോകോത്തരമായ സിനിമകൾ ആസ്വദിക്കാനാണ് ചലച്ചിത്ര ആസ്വാദകർ ഇത്തവണ അവസരം ലഭിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് മലയാളത്തിലെ സിനിമകൾ തൊട്ട് ഫെമിനിസ്റ്റ് ഫാത്തിമയടക്കം നിറഞ്ഞ കയ്യടിയോടെയാണ് പ്രദർശനം തുടരുന്നത്. ഒപ്പം അന്താരാഷ്ട്ര ചലച്ചിത്ര വേദികളിൽ അനവധി അവാർഡുകൾ നേടിയ സിനിമകൾ. ഈ ഒരു സിനിമയുടെ ഒരു സെലക്ട് അല്ല, അത് വളരെ ശ്രദ്ധിച്ചുള്ള ഒരു രീതി തന്നെയായിരുന്നു. കാരണം ഒരു ചലച്ചിത്രമേളയെ ഏറ്റവും ശ്രദ്ധേയമാക്കുന്നത് നമ്മളവിടെ പ്രദർശിപ്പിക്കുന്ന സിനിമകൾ തന്നെയാണ്. ഇപ്പോൾ നമ്മുടെ ഈ ഒരു ചലച്ചിത്രമേള ഇന്നിപ്പോൾ പ്രധാനപ്പെട്ട പല മേളകളുടെയും കൂട്ടത്തിൽ സ്ഥാനം പിടിക്കുന്ന ഒന്നായിട്ട് മാറിയിട്ടുണ്ട്. അത് ശരിക്കും നമ്മളിവിടെ അവതരിപ്പിക്കുന്ന സിനിമകളുടെ മികവ്. ഇപ്പോൾ ഈ നമ്മുടെ കഴിഞ്ഞ കാല ഫെസ്റ്റിവലുകളിലെല്ലാം അത് നമ്മൾ കൃത്യമായിട്ട് പുലർത്തി വന്നിരുന്ന ഒരു ഇതിനാണ്. ഇത്തവണ അത് വളരെ ശ്രദ്ധയോടുകൂടി തന്നെയാണ് നമ്മൾ ആ ഒരു സെലക്ഷൻ പാറ്റേണിൽ നമ്മൾ അത് സ്വീകരിച്ചത്. ഗോൾഡ സെല്ലമാണ് നമ്മുടെ ക്യൂറേറ്റർ. അവർ മാസങ്ങൾക്ക് മുമ്പ് തന്നെ ലോകത്തെ പ്രശസ്തമായ പല മേളകളിലും പോയി കണ്ടിട്ട് അവിടെ നമുക്ക് പറ്റുന്ന സിനിമകൾ, നമ്മുടെ പ്രേക്ഷകന് സ്വീകാര്യമാകുന്ന ഏറ്റവും നല്ല സിനിമകൾ, ഇത് സമകാലിക ലോകത്തിൻ്റെ ഒരു അവതരണം കൂടിയാണ് ഈ നമ്മുടെ കേരളത്തിലെ പ്രേക്ഷകരുടെ മുമ്പിൽ. അപ്പോൾ എന്ന് പറയുമ്പോൾ ലോക സിനിമയെ നമ്മൾ അതിൻ്റെ മാറുന്ന പ്രവണതകൾ, മാറുന്ന മുഖം, അത് പ്രമേയങ്ങളുടെ കാര്യത്തിൽ, ആവിഷ്കരണത്തിൻ്റെ കാര്യത്തിലൊക്കെയുള്ള വൈവിധ്യങ്ങൾ, ഇതെല്ലാം നമ്മൾ ഈ മേളയിൽ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള അതിൻ്റെ ഒരു സെലക്ഷൻ ആ രീതിയിൽ വളരെ ശ്രദ്ധ പുലർത്തി തന്നെയാണ് ചെയ്തത്. അത് ലോക സിനിമ മാത്രമല്ല, ഇന്ത്യൻ സിനിമാ വിഭാഗം, ഇന്ത്യൻ സിനിമ നൗ എന്ന് പറയുന്ന, അതുപോലെ മലയാളം സിനിമ ടുഡേ. അപ്പോൾ അത് നമ്മുടെ സിനിമയെ ലോകത്തിന് മുമ്പിൽ ഷോക്കേസ് ചെയ്യുന്ന ഒന്നായിട്ട്. അപ്പോൾ ഇതൊക്കെ നമ്മൾ വളരെ കൃത്യതയോടുകൂടി, അത് വളരെ നേരത്തെ തുടങ്ങിയ ഒരു പ്രോസസ്സാണ്. അപ്പോൾ അതൊക്കെ വളരെ പ്രേക്ഷകർ സ്വീകരിക്കുന്നു എന്നറിയുമ്പോൾ വലിയ സന്തോഷമുണ്ട്. അപ്പോൾ സിനിമ തന്നെയാണ് ഇതിനകത്തെ താരം എന്ന് പറയുന്ന സിനിമ തന്നെയാണ്. ഇപ്പോൾ താങ്കൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ചിലപ്പോൾ നമ്മുടെ ഉദ്ഘാടന വേദിയും അതുപോലെ ഇപ്പോൾ ഈ സമാപന വേദിയൊന്നും അങ്ങനെ വലിയ വൻ താരങ്ങളുടെ ഒരു സാന്നിധ്യം കൊണ്ടങ്ങനെ സമ്പന്നമായിട്ടൊന്നും അല്ല. നമ്മൾ നല്ല സിനിമ നമുക്ക് പ്രേക്ഷകരുടെ മുമ്പിൽ പ്രദർശിപ്പിക്കുക, നമ്മുടെ ഇതിൻ്റെ പുരസ്കാരങ്ങളുടെ ഒരു സുതാര്യത, അതിൻ്റെ ഒരു ക്രെഡിബിലിറ്റി അത് പുലർത്തുക, അതിൻ്റെ വിധി നിർണ്ണയം നടത്തുന്ന ജൂറി പാനൽ. ഇപ്പോൾ നമ്മുടെ ജൂറി ചെയർപേഴ്സൺ എന്ന് പറയുന്നത് ഒരു പ്രശസ്തയായിട്ടുള്ള ഫ്രഞ്ച് ക്യാമറ വുമണാണ്. നമ്മുടെ ആനി ഗൊദാർഡ് എന്ന് പറയുന്ന ആ
അതൊരു എത്രയോ വലിയ മേളകളിൽ പുരസ്കാരങ്ങളൊക്കെ നേടിയിട്ടുള്ള ചലച്ചിത്രമേളകൾ, അന്താരാഷ്ട്ര തലത്തിൽ പുരസ്കാരങ്ങൾ നേടിയിട്ടുള്ള അവരാണ് ഇതിൻ്റെ ജൂറി ചെയർപേഴ്സണായിട്ട്. അപ്പോൾ ഈ ജൂറിയുടെ തിരഞ്ഞെടുപ്പ്, നമ്മൾ കൊണ്ടുവരുന്ന ഗസ്റ്റുകൾ, ഇതെല്ലാം പ്രധാനമാണ്. ചലച്ചിത്ര അക്കാദമി ചെയർമാൻ, അതോടൊപ്പം തന്നെ മലയാളികളുടെ പ്രിയപ്പെട്ട ഒരു നടൻ കൂടിയാണ് ശ്രീ പ്രേംകുമാർ. ആ നടൻ എന്നുള്ള ആക്ടർ എങ്ങനെയാണ് ഈ മേളയെ മികവുറ്റതാക്കാൻ ആ ഒരു സാന്നിധ്യം എത്രത്തോളം ഉപകരിച്ചിട്ടുള്ളത്? അല്ല, തീർച്ചയായിട്ടും ഇവിടെ ഇപ്പോൾ ചില ചെറിയ കാര്യങ്ങളിൽ പോലും നമുക്ക് ഇടപെടാൻ പറ്റിയിട്ടുണ്ട്. ഇപ്പോൾ മേളയുമായിട്ട് ബന്ധപ്പെട്ട ചില എന്തെങ്കിലും ഈ ക്യൂ നിൽക്കുമ്പോൾ ഉള്ളൊരു വിഷയം, ഏതെങ്കിലും ഡെലിഗേറ്റ് എന്ന് പറയുന്നു, നമ്മളവിടെ അവരോടൊപ്പം പോയി നിന്നിട്ട് അവരുടെ കാര്യങ്ങൾ കേൾക്കണം. അപ്പോൾ നമ്മൾ ഈ കുറേ സിനിമകളിലൊക്കെ അഭിനയിച്ചത് കൊണ്ടൊക്കെയുള്ള നമ്മളോടുള്ള ഇഷ്ടം അവർക്ക് നമ്മളോടുണ്ട്. അങ്ങനെ വലിയ ദേഷ്യമൊന്നും എന്നോടില്ല നമ്മൾ അഭിനയിച്ചതിനെ കുറിച്ചിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ചില കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അവരത് പെട്ടെന്ന് സ്വീകരിക്കുകയും അത് നമ്മളോടുള്ളൊരു ആക്ടർ എന്നുള്ള നിലയ്ക്കുള്ളൊരു വലിയൊരു എല്ലാവർക്കും നമ്മളോടൊരു സ്നേഹമോ ഇഷ്ടമോ ഒക്കെ നമുക്ക് കാണാം. അതുകൊണ്ട് നമ്മൾ ചില കാര്യങ്ങൾ ഇപ്പോൾ അങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ട്, കുറേ കാര്യങ്ങളുണ്ടായിരുന്നിട്ടുണ്ട്. അതിലൊക്കെ വളരെ ഇടപെടാൻ പറ്റി. അവിടെ പലപ്പോഴും നമ്മുടെ മലയാളികൾ നമ്മളോട് കാണിക്കുന്ന ഒരു സ്നേഹം നമുക്ക് അടുത്തറിയാൻ പറ്റിയൊരു കുറേ മൊമെൻറ്റ്സ് ഉണ്ട്. ഇവിടെ ഈ ചലച്ചിത്രമേള കേവലം ഒരു സിനിമയിൽ മാത്രം ഒതുങ്ങുന്നില്ല. ഇതിനോടനുബന്ധിച്ച് ഒട്ടനവധി പ്രവർത്തനങ്ങളാണ്, സേവന പ്രവർത്തനങ്ങളായാലും ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പുകളടക്കം അത്തരത്തിലുള്ള ഒരു ഇടപെടൽ എങ്ങനെയാണ്? തീർച്ചയായിട്ടും ഇത് സിനിമ എന്ന് പറയുന്നത് ഇതൊരു സാംസ്കാരിക പ്രവർത്തനമാണ്. ഒരുപാട് യുവാക്കൾ ഇതിൻ്റെ ഭാഗമായിട്ട് വരുന്നു. അപ്പോൾ അത് വെറുതെ കുറേ സിനിമകൾ കണ്ട് ഉപരിപ്ലവമായിട്ടങ്ങ് പോവുകയല്ല. അതിലേക്കുള്ള ആ കാണുന്ന സിനിമകളെക്കുറിച്ചുള്ള ക്രിയേറ്റീവായിട്ടുള്ള ചർച്ചകൾ, സംവാദങ്ങൾ, തങ്ങൾക്ക് പറയാനുള്ള ആശയങ്ങളൊക്കെ വളരെ ജനാധിപത്യപരമായിട്ട് തന്നെ അത് പ്രകടിപ്പിക്കാനുള്ള സ്പേസുകൾ, ഇതെല്ലാം ഇതിൻ്റെ ഭാഗമാണ്. നമ്മുടെ ഒരു എക്സിബിഷൻ ഇതിൻ്റെ ഭാഗമായിട്ട് ലോക സിനിമയിലെ കുറേ ചലച്ചിത്ര ആചാര്യന്മാരുടെ TK രാജകുമാർ സാറിൻ്റെ അദ്ദേഹം ക്യൂറേറ്റ് ചെയ്യുന്ന ഒരു എക്സിബിഷൻ, ഇതൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഭാഗമായിട്ട് നമ്മളൊരു ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പ് എന്ന് പറയുന്നൊരു ആശയം അവതരിപ്പിച്ചു. അത് നമ്മളെ ഈ പോൾ ആപ്പ് എന്ന് പറഞ്ഞ പോലീസിൻ്റെ ഒരു ബ്ലഡ് ഡൊണേഷൻ സംവിധാനമുണ്ട്. അവരുമായിട്ട് സഹകരിച്ചുകൊണ്ടാണ് ചെയ്യുന്നത്. RCCയുമായിട്ട്, അവരുടെ ബ്ലഡ് ഡൊണേഷൻ യൂണിറ്റുമായിട്ട് അവരുമായിട്ടും കൂടി നമ്മൾ സഹകരിപ്പിച്ചുകൊണ്ട് വലിയൊരു ആവേശമാണ് നമ്മുടെ യുവാക്കളിൽ നിന്ന് ഈ ഒരു ആശയത്തിന് ഇത് കിട്ടിയത്. അത് വളരെ സ്വമേധയായി, നമ്മൾ പരസ്യങ്ങളൊന്നും കൊടുക്കാതെ തന്നെ അവർ വളരെ സ്വമേധയായിട്ട് ഇതിനെ അങ്ങ് ഏറ്റെടുക്കുകയായിരുന്നു. ചലച്ചിത്ര അക്കാദമി ചെയർമാൻ എന്ന നിലയിൽ ഇനിയുള്ള പ്രവർത്തനങ്ങൾ, പ്രത്യേകിച്ച് മലയാള സിനിമയിൽ ഒട്ടനവധി പ്രശ്നങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്, ചില വിവാദങ്ങൾ ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. അതേസമയം തന്നെ മലയാള സിനിമ പ്രേക്ഷകരുടെ വലിയ സ്വീകാര്യത നേടി, ദേശത്തിനും ഭാഷയ്ക്കും അതീതമായി വലിയ സ്വീകാര്യത നേടിക്കൊണ്ടിരിക്കുന്ന ഒരു കാലയളവ് കൂടിയാണ്. അവിടെ ചലച്ചിത്ര അക്കാദമി ചെയർമാൻ എന്ന രീതിയിൽ സിനിമയ്ക്ക് വേണ്ടിയിട്ട്, നമ്മുടെ ചലച്ചിത്ര മേഖലയ്ക്ക് വേണ്ടി എന്തൊക്കെ ചെയ്യാനാണ്? അല്ല, ഈ ചലച്ചിത്ര അക്കാദമി ചെയർമാൻ എന്ന് പറയുന്ന അങ്ങനൊരു താങ്കൾ പറയുന്നത് പോലെ വലിയൊരു അധികാര സ്ഥാനമൊന്നുമില്ല, അതൊരു അധികാര കേന്ദ്രമൊന്നുമല്ല. അതൊരു വളരെ നമ്മുടെ ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന കലാകാരന്മാരെ, ആ മേഖലയിൽ പ്രവർത്തിക്കുന്ന കലാകാരികൾ, അവരെ എല്ലാം നമ്മൾ ഉൾക്കൊള്ളുകയും അവരുടെ ചില നിർദ്ദേശങ്ങൾ കേൾക്കുകയും അതൊക്കെ നമ്മൾ ഗവൺമെൻറ്റിൻ്റെ മുമ്പിൽ സമർപ്പിക്കുകയൊക്കെ ചെയ്യുന്ന, ഇത് അക്കാഡമിക് തലത്തിൽ കൂടി കുറേ ഇടപെടലുകളും ഒക്കെ നടത്തുന്ന ഒന്നാണ്. അല്ലാതെ ഇവിടുത്തെ പ്രശ്നങ്ങൾ മുഴുവൻ പരിഹരിക്കാനുള്ള അധികാരമോ അത്തരമൊന്നുമില്ല. പക്ഷേ നമുക്ക് ഇടപെടാൻ പറ്റുന്ന ചില മേഖലകളുണ്ട്, അവിടെയൊക്കെ നമ്മൾ ഇടപെടാൻ ശ്രമിക്കുന്നുമുണ്ട്. അത് സിനിമയുടെ മാത്രമല്ല, ടെലിവിഷൻ മേഖലയിലും ഉൾപ്പെടെ നമുക്ക് അതിൻ്റെ ഒരു വലിയ മാറ്റം ഇതിനകത്തുണ്ടാക്കാനുള്ള അധികാരം എന്നുള്ള ഒരു സ്ഥാനമൊന്നുമല്ല ഇത്. ചില കാര്യങ്ങൾ നമുക്ക് നമ്മുടേതായ ചില അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ അല്ലെങ്കിൽ അതൊക്കെ നമുക്ക് വേണമെങ്കിൽ സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്താൻ പറ്റും. അല്ലാതെ തീരുമാനങ്ങളും അതിൻ്റെ എല്ലാം നടപടികളും ഒക്കെ പോകേണ്ടത് സർക്കാരിൻ്റെയൊക്കെ ഭാഗത്തു നിന്നാണ്. പിന്നെ പല കാര്യങ്ങളിലും നമ്മൾ തന്നെ സ്വയം ഉത്തരവാദിത്വം, എല്ലാവരും ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന മുഴുവൻ പേരും ഒരു അച്ചടക്കവും ഒരു ഉത്തരവാദിത്വവും ഒക്കെ സ്വയം ഏൽക്കേണ്ട ഒന്നുകൂടിയുണ്ട്. അല്ലാതെ ഇതാരെങ്കിലും അടിച്ചേൽപ്പിച്ചിട്ട് അത് ചെയ്യേണ്ടതല്ല. അതിനകത്ത് ഒരു അക്കാദമി ചെയർമാൻ എന്നുള്ള രീതിയിൽ നമുക്ക് ഇടപെടാൻ പറ്റുന്ന ഏതെങ്കിലും മേഖലകളുണ്ടെങ്കിൽ അവിടെയൊക്കെ തീർച്ചയായിട്ടും നമുക്ക് ഇടപെടാൻ പറ്റുന്ന പരിമിതികൾക്കുള്ളിൽ നിന്ന് ഇടപെടും. ഓക്കെ സർ, താങ്ക് യു. അങ്ങനെ ചലച്ചിത്രമേളയ്ക്ക് ഇന്ന് കൊടിയിറക്കമാകുമ്പോൾ ഇതുവരെയുള്ള മേളയിൽ വന്ന ചിത്രങ്ങളെക്കുറിച്ച്, ചലച്ചിത്ര അക്കാദമി പ്രവർത്തനങ്ങളെക്കുറിച്ചൊക്കെ അദ്ദേഹം വളരെ പെട്ടെന്ന് കുറച്ച് ബ്രീഫായി പറഞ്ഞു വെച്ചു എന്നുള്ളതാണ്.